ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു 1 മണിക്ക്. നല്ല ഗംഭീര ട്രെയിലർ ആയിരുന്നു, കിടിലൻ ട്രെയിലർ ആയിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ ആകുമ്പോഴാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കളിയാക്കുന്നതൊക്കെ കണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മലയാളത്തിൽ മോഹൻലാലും നമ്മുടെ മമ്മൂക്കയും, മോഹൻലാൽ ലാലേട്ടർ എന്നാണ് വരുന്നത്, ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ്. ഇവർ ഭയങ്കര സംഭവമാണ്. ഇവർ തമ്മിലുള്ള ഫാൻ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പക്ഷെ നേരെ തിരിച്ചാണ്. തലപതി വിജയ്, അജിത്, അല്ലെങ്കിൽ തലപതി വിജയ്, രജനീകാന്ത്, ഇങ്ങനെയാണ് ഫൈറ്റ് പൊതുവെ നടക്കുന്നത്. ഈ ഒരു മൂവർ സംഘങ്ങൾ തമ്മിലാണ്. രണ്ടിലും കോമൺ ആയിട്ട് തലപതി വിജയ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോഴും തമിഴ് ആരാധകർ, അല്ലെങ്കിൽ തമിഴ് സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. തമിഴ് സിനിമ നടന്മാർക്കും അത്രയും ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഈ വിജയ് എന്ന് പറയുന്നത്. അങ്ങനെ വിജയ്ക്ക് കട്ടയ്ക്ക് തുല്യം ഈക്വലി നിൽക്കുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് സൂര്യയാണ്. തമിഴ്നാട്ടിൽ അത്ര ഇല്ല, പക്ഷെ കേരളത്തിൽ സൂര്യ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അങ്ങനെ ഈ രണ്ടുപേരും തമ്മിൽ, നമ്മൾ ഈ മോഹൻലാലും മമ്മൂക്കയും തമ്മിൽ ഫാൻ ഫൈറ്റ് നടക്കുന്നത് പോലെ ഫൈറ്റ് നടക്കാറുണ്ട്. ഈവൻ എന്റെ വീഡിയോക്ക് താഴെ തന്നെ ഒരു സൂര്യ അപ്ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ വിജയ് ഫാൻസും, വിജയ് അപ്ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സൂര്യ ഫാൻസും വരുന്നിരുന്ന കമന്റ്സ് ഭയങ്കര രസമാണ് വായിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിലൊരു ഒരു ഡൗട്ടും ഇല്ല. അതിന് വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് ഹൈപ്പ് അതിന്റെ 7 അയലത്ത് പോലുള്ള അതൊരു സത്യമാണ്. പക്ഷെ ഇത് മനഃപൂർവ്വം ഇവര് ഹൈപ്പ് കുറക്കുന്നതല്ലേ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. കാരണം സാധാരണ ഒരു വിജയ് പടത്തിന് കിട്ടുന്ന ഹൈപ്പ് പോലും ഗോട്ടിന് ഇതുവരെ കിട്ടിയിട്ടില്ല. വെങ്കട് പ്രഭു ചിത്രമാണ്. അർച്ചന കൽപ്പത്തേക്ക് ആ കാര്യത്തിലൊക്കെ വളരെ ഡീസന്റ് ആണ്. നല്ല ഹൈപ്പ് കൊടുക്കാൻ കഴിവുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. പക്ഷെ ഹൈപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ കങ്കുവയുടെ ട്രെയിലറും കൂടി വന്നപ്പോ, അപ്പൊ നമ്മൾ ഞാൻ അപ്ഡേറ്റിലേക്ക് വരാട്ടോ. ഈ കാര്യം പറഞ്ഞിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അതായത് കങ്കുവയുടെ ട്രെയിലർ വരാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഒക്ടോബർ 10-നാണ്, 10/10/2024 ഇതിന്റെ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഏകദേശം 2 മാസം തന്നെ ഉണ്ട്. 2 മാസം ഉണ്ട് നമുക്ക് പറയാം. ഇപ്പൊ 12-ാം തീയതി ആണെങ്കിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 2 മാസത്തിന് ആ ഒരു കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും മുമ്പ് തന്നെ ഒരു ട്രെയിലർ തന്നു. അടുത്ത മാസം 5-ാം തീയതി സെപ്റ്റംബർ 5-ന് ഇറങ്ങാനിരിക്കുന്ന സിനിമയ്ക്ക് ട്രെയിലർ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു രസം. അപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കും, ഈ സിനിമയുടെ ട്രെയിലർ വന്നു, നമ്മുടെ അണ്ണന്റെ സിനിമയുടെ ട്രെയിലർ എന്താ വരാത്തത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിട്ടുള്ള അർച്ചന കൽപ്പാത്തി ഇതിന്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. പുള്ളിക്കാരി ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്: "We are getting an amazing trailer ready for you. So please stay calm and give us a couple of days. We'll give you a proper update tomorrow" എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ഒരു ട്രെയിലർ തന്നെ തരാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിലർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ ട്രെയിലറിനെ കുറിച്ചുള്ള പ്രോപ്പർ അപ്ഡേറ്റ് നാളെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രെയിലർ ഈസ് കമ്മിങ് എന്നാണ് പറയാനുള്ളത്. ഈ കങ്കു വെച്ച് നോക്കുമ്പോൾ എന്താവും എങ്ങനെയാവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ വന്ന അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് ഓഫ് കോഴ്സ് അത് കങ്കു തന്നെയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ വിജയ് ഈസ് വിജയ്. ആ ഫാൻ പവർ വേറെ തന്നെയാണ്. പിടിച്ചു കിട്ടാൻ മറ്റൊരാൾക്കും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര ഒരു ആവറേജ് പടമാണെങ്കിൽ പോലും അതിനെ ഭയങ്കരമായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോകാൻ വിജയ് ആരാധകർക്ക് ഒരു കഴിവുണ്ട്. അത്രയും ഫാൻസ് ഉണ്ട്. അവർ കയറി കണ്ടാൽ തന്നെ പടം ഹിറ്റാണ്. അങ്ങനെ ഒരു പ്രത്യേകത വിജയിക്കുന്നുണ്ട്. അതാണ് വിജയുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. ഏതൊരാൾക്കും അത്രയും വിശ്വസിച്ച് പുള്ളിക്കാരൻ വെച്ചൊരു സിനിമ ചെയ്യാം എന്നുള്ളതിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഫാൻ പവർ, ഫാൻസ് ആണ് പുള്ളിക്കാരന്റെ പവർ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഏതൊരു പരിപാടി തുടങ്ങുമ്പോൾ എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ തന്നെ. അത് അപ്പൊ തന്നെയുള്ള ഒരു ആരവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ, ഒരു എന്തിനു പോയി കഴിഞ്ഞാലും ഒരു നടൻ സ്റ്റേജിൽ കയറിയിരുന്ന് രജനീകാന്തിനെ പറയും, സൂര്യനെ പറയും, അജിത്തിനെ പറയും, ഇവർക്ക് കയ്യടി ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ തലപതി വിജയ് എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരു ഒഴുക്കാണ്, ഒരു അല്ലറലാണ്. തിരമാല അടിക്കുമ്പോൾ ഇങ്ങനെ വോയിസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വേവ് അടിച്ചുകൊണ്ടിരിക്കും. ആ പറയുന്ന സ്റ്റേജിൽ നിന്ന് പറഞ്ഞാണ് അബദ്ധവശാൽ പറഞ്ഞു പോയില്ല, ദൈവമേ എനിക്ക് സംസാരിക്കാൻ എന്തെയാണെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കണം, പിന്നെ ഇതൊന്ന് അടങ്ങണം അടുത്ത വാക്ക് പുള്ളിക്കാരൻ സംസാരിക്കണം. അപ്പോൾ ഫാൻ പവർ അത്രയുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ കട്ടക്ക് നിൽക്കണമെന്നൊന്നുമില്ല. ഏകദേശം ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ പടം വന്നാൽ പോലും അത് വമ്പൻ രീതിയിലേക്ക് സിനിമ പോകും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതിൽ ഭയങ്കരമായിട്ട് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പടം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ 90% ആളുകളും വിചാരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ആരാധകരിൽ ഒരു 90% ആളുകൾ എന്തായാലും വിശ്വസിക്കുന്നുണ്ടാവും
ഈ സിനിമയുടെ ഹൈപ്പ് ഇവർ മനഃപൂർവ്വം കുറക്കുന്നതാണ് എന്നുള്ളത് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പോൾ. കാരണം അവർ അങ്ങനെ ചെയ്യാനൊന്നും തോന്നുന്നു. കാരണം ഒരു പോസ്റ്ററിലൊക്കെ വരച്ചു വെച്ച പോലെയൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ ഏതൊരു ചോറുന്ന ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ട്രോളുന്നു. അത് കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ കിടക്കട്ടെ, നമുക്ക് ട്രെയിലർ വരുമ്പോൾ ഞെട്ടിക്കാന്നാണ് ഇവർ വിചാരിച്ചതെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലേ. എന്തായാലും സാധനം വരുന്നുണ്ട്. നാളെ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും. എന്തായാലും ഞാൻ അതിന് കട്ട വെയിറ്റ് ആണ്. അതിന്റെ കൂടെ പറയാനുള്ള ഒരു പോസ്റ്റർ കൂടെ ഉണ്ട്. ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണ്, പക്ഷെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. എനിക്കൊരാൾ അയച്ചു തന്നാണ്, വിഷ്ണു എന്ന ആളുടെ പേര്. എന്തായാലും പോസ്റ്റർ നല്ല നല്ല രസമായിട്ട് തോന്നി. അത് ഭയങ്കര എന്താ പറയുക, ഒരു മൈൻഡ് ബ്ലോയിങ് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാണ് അയച്ചു തന്നിട്ടുള്ളത്. ചെറിയൊരു ബ്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഹെവി സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു എന്താ പറയാ, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ലോഡ്ജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാൾ, അവിടെ നടക്കുന്ന ഒരു ഫൈറ്റ് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കിന്ന് വന്നിട്ട് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആരെയോ അടിക്കാൻ വേണ്ടിയോ എന്തിനോ നിൽക്കുന്ന മുഖംമൂടിയായിട്ടുള്ള ഒരു വില്ലന്റെ ദേഹത്തേക്ക് ചാടി ചവിട്ടുന്ന വിജയ്. ഇത് ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഇമേജ് ആണെങ്കിലും അല്ലാതെ സെറ്റിംഗ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൽ ലൈറ്റിങ്ങും ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളതൊക്കെ നല്ല പക്കയായിട്ടുണ്ട്. എന്തായാലും നല്ല നൈസ് വർക്കാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിന് ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, വിജയും പ്രശാന്തും പ്രഭുദേവി അവർക്ക് നിന്നിട്ട് ഇങ്ങനെ താഴത്തുന്ന ആംഗിൾ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആ പോസ്റ്റർ ഒഴികെ ബാക്കി എല്ലാം ഒരു ആവറേജ് സാധനമായിരുന്നു. മേ ബി ചിലതൊക്കെ ബിലോ ആവറേജ് സാധനമായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇങ്ങനെ ഹൈയിൽ നിൽക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് വന്നുള്ള പോസ്റ്റർ മാത്രമാണ് ഫാൻ മെയ്ഡ് പോസ്റ്ററിന്റെ ഒരു വടിയെങ്കിലും മുകളിൽ കയറിയിട്ടുള്ളത്. ബാക്കി എല്ലാം ഫാൻ മെയ്ഡ് തന്നെയാണ് പൊളിച്ചിട്ടുള്ളത്. ഈ വന്നിട്ടുള്ള സാധനമാണെങ്കിലും കിടന്ന സാധനമാണ്. എന്തായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കങ്കുവയ്ക്കാണോ? ഇന്നിപ്പോ കങ്കുവിന്റെ ട്രെയിലർ നിങ്ങൾ എന്തായാലും കണ്ട് ഞെട്ടിധരിച്ചിരിക്കുകയായിരിക്കും. ഓഫ് കോഴ്സ് ഞാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കങ്കുവയ്ക്കാണോ ഗോട്ടിനാണോ എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആസ് എ വിജയ് ആരാധകൻ ഞാൻ ഗോട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ കങ്കുവ ഭയങ്കരമായിരിക്കും. അതിന്റെ വിഷ്വൽ ട്രീറ്റ് കാണാൻ ഭയങ്കരമായിട്ടുള്ള ആവേശം എന്ന് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഗോട്ടിന്റെ ട്രെയിലർ വരുമ്പോഴും അത്തരത്തിലുള്ള ഒരു ഗംഭീര ട്രെയിലർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാണാം. കാണുന്നവരെ